Rubyയിലെ കണ്ട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന സ്പോക്കൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇവിടെ പഠിക്കുന്നത് ഐഎഫ് സ്റ്റേറ്റ്മെന്റ്, എൽസെ ഐഎഫ് സ്റ്റേറ്റ്മെന്റ്, എൽസെ കേസ് സ്റ്റേറ്റ്മെന്റ്സ്. ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു വെർഷൻ 1204 റൂബി 193. ഈ ട്യൂട്ടോറിയൽ പിന്തുടരുന്നതിനായി ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ ലിനക്സ് കമാൻഡുകൾ, ടെർമിനൽ, ടെക്സ്റ്റ് എഡിറ്റർ എന്നിവയും അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ ആവശ്യമുള്ള ട്യൂട്ടോറിയലുകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. തുടങ്ങുന്നതിന് മുൻപ് നേരത്തെ സൃഷ്ടിച്ചിട്ടുള്ള ടിടിടി ഡയറക്ടറി ഓർമ്മയുണ്ടല്ലോ? അതിലേക്ക് പോകാം. എന്നിട്ട് റൂബി ട്യൂട്ടോറിയൽ കണ്ട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്. ഇപ്പോൾ നമ്മൾ ആ ഫോൾഡറിലാണ്. ഇനി തുടരാം. Rubyയിലെ ഐഎഫ് സ്റ്റേറ്റ്മെന്റിന്റെ ഘടന ഇങ്ങനെയാണ്: ഐഎഫ് കണ്ടീഷൻ, റൂബി കോഡ്, എൻഡ്. ഉദാഹരണം നോക്കാം. റൂബി ബേസിക് ലെവൽ ട്യൂട്ടോറിയലുകളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ geditൽ ഒരു പുതിയ ഫയൽ തുറക്കുക. ഇതിന് ഐഎഫ് സ്റ്റേറ്റ്മെന്റ് ഡോട്ട് ആർബി എന്ന് പേര് നൽകുക. ഐഎഫ് സ്റ്റേറ്റ്മെന്റിന് ഉദാഹരണമുണ്ട്. നമ്മൾ കോഡ് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ പോസ് ചെയ്ത് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിൽ ഞാനൊരു ഐഎഫ് സ്റ്റേറ്റ്മെന്റ് ഡിക്ലയർ ചെയ്തു. ഞാനൊരു ലോക്കൽ വേരിയബിൾ my num ഡിക്ലയർ ചെയ്ത് അതിൽ 2345 എന്ന മൂല്യം അസൈൻ ചെയ്യുന്നു. ഐഎഫ് സ്റ്റേറ്റ്മെന്റ് ഡിക്ലയർ ചെയ്യുന്നു. ഐഎഫ് സ്റ്റേറ്റ്മെന്റിനുള്ളിൽ ഡിക്ലയർ ചെയ്തിട്ടുള്ള പട്സ് മെത്തോട് ഔട്ട്പുട്ട് കാണിക്കുന്നു. ഐഎഫ് സ്റ്റേറ്റ്മെന്റ് my num ഐഎസ് ഗ്രീറ്റർ താൻ 0യുടെ മൂല്യം പരിശോധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു സ്ട്രിംഗ് പ്രിന്റ് ചെയ്യുന്നു. ടെർമിനലിലേക്ക് പോയിട്ട് ടൈപ്പ് ചെയ്യുക: റൂബി സ്പേസ് ഐഎഫ് സ്റ്റേറ്റ്മെന്റ് ഡോട്ട് ആർബി. ഔട്ട്പുട്ട് കാണിക്കുന്നു. The value of my num is greater than 0. ഈ ഔട്ട്പുട്ട് ഐഎഫ് കണ്ടീഷൻ ട്രൂ ആണ് റിട്ടേൺ ചെയ്തത് എന്ന് തെളിയിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ റൂബിയിൽ നിങ്ങളുടെ തന്നെ ഐഎഫ് സ്റ്റേറ്റ്മെന്റ് എഴുതുവാൻ പ്രാപ്തരായിരിക്കണം. അടുത്തതായി if else സ്റ്റേറ്റ്മെന്റ് നോക്കാം. എൽസെ ഉപയോഗിക്കാനുള്ള ഘടന: ഐഎഫ് കണ്ടീഷൻ, റൂബി കോഡ്, എൽസെ, റൂബി കോഡ്, എൻഡ്. ഒരു ഉദാഹരണം നോക്കാം. റൂബി ബേസിക് ലെവൽ ട്യൂട്ടോറിയലുകളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ geditൽ ഒരു പുതിയ ഫയൽ തുറക്കുക. പേര് നൽകുക if-else statement ഡോട്ട് ആർബി. if else സ്റ്റേറ്റ്മെന്റിന് എനിക്ക് ഉദാഹരണമുണ്ട്. കോഡ് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ പോസ് ചെയ്ത് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിൽ ഞാനൊരു if else സ്റ്റേറ്റ്മെന്റ് ഡിക്ലയർ ചെയ്തിട്ടുണ്ട്. ആദ്യം my num എന്ന ലോക്കൽ വേരിയബിൾ ഡിക്ലയർ ചെയ്തിട്ട് -1 എന്ന മൂല്യം അസൈൻ ചെയ്യുന്നു. എന്നിട്ട് if സ്റ്റേറ്റ്മെന്റ് ഡിക്ലയർ ചെയ്യുന്നു. if സ്റ്റേറ്റ്മെന്റ് my num ഈസ് ഗ്രീറ്റർ താൻ 0യുടെ മൂല്യം പരിശോധിക്കുന്നു. ശരിയാണെങ്കിൽ ഇത് ഒരു സ്ട്രിംഗ് പ്രിന്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ എൽസെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകുന്നു. എന്നിട്ട് അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള സ്ട്രിംഗ് പ്രിന്റ് ചെയ്യുന്നു. ഇപ്പോൾ ടെർമിനലിലേക്ക് പോയി ടൈപ്പ് ചെയ്യുക: റൂബി സ്പേസ് if-else statement ഡോട്ട് ആർബി. ഔട്ട്പുട്ട് നോക്കാം. ഔട്ട്പുട്ട് ഇങ്ങനെ കാണിക്കുന്നു: The value of my num is lesser than 0. എൽസെ സ്റ്റേറ്റ്മെന്റ് ആണ് എക്സിക്യൂട്ട് ചെയ്തതെന്ന് മനസിലാക്കാം. ഇപ്പോൾ നിങ്ങൾ റൂബിയിൽ നിങ്ങളുടെ തന്നെ if else സ്റ്റേറ്റ്മെന്റ് എഴുതുവാൻ പ്രാപ്തരായിരിക്കണം. അടുത്തതായി if elsif സ്റ്റേറ്റ്മെന്റ് നോക്കാം. എൽസെ ഉപയോഗിക്കാനുള്ള ഘടന: ഐഎഫ് കണ്ടീഷൻ, റൂബി കോഡ്, എൽസെ കണ്ടീഷൻ, റൂബി കോഡ്, എൽസെ, റൂബി കോഡ്, എൻഡ്. ഒരു ഉദാഹരണം നോക്കാം. റൂബി ബേസിക് ലെവൽ ട്യൂട്ടോറിയലുകളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ geditൽ പുതിയ ഫയൽ തുറക്കുക. പേര് നൽകുക if-elsif statement ഡോട്ട് ആർബി. if elsif സ്റ്റേറ്റ്മെന്റിന് ഒരു ഉദാഹരണമുണ്ട്. കോഡ് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ പോസ് ചെയ്ത് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിൽ if elsif സ്റ്റേറ്റ്മെന്റ് ഡിക്ലയർ ചെയ്തിട്ടുണ്ട്. ഇവിടെയും my num എന്ന ലോക്കൽ വേരിയബിൾ ഡിക്ലയർ ചെയ്ത് അതിൽ -1 എന്ന മൂല്യം അസൈൻ ചെയ്യുന്നു. എന്നിട്ട് if സ്റ്റേറ്റ്മെന്റ് ഡിക്ലയർ ചെയ്യുന്നു. my num ഈസ് ഗ്രീറ്റർ താൻ 0യുടെ മൂല്യം if സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുന്നു. ശരിയാണെങ്കിൽ ഇത് സ്ട്രിംഗ് പ്രിന്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇത് എൽസെ സെക്ഷനിലേക്ക് പോകുന്നു. ഇത് my num ഈസ് equal to -1ന്റെ മൂല്യം പരിശോധിക്കുന്നു. ഇത് ശരിയാണെങ്കിൽ ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള സ്ട്രിംഗ് പ്രിന്റ് ചെയ്യുന്നു. my numന്റെ മൂല്യം 0ത്തേക്കാൾ വലുതോ -1
1ന് സമമോ അല്ലെങ്കിൽ ഇത് എൽസെ സെക്ഷനിലേക്ക് പോകുന്നു. പക്ഷേ ഇവിടെ my num equals -1 ആയതിനാൽ ഇത് എൽസെ ബ്ലോക്കിലേക്ക് പോകുന്നില്ല. ഇത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എക്സിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ടെർമിനലിലേക്ക് പോയി ടൈപ്പ് ചെയ്യുക റൂബി സ്പേസ് ഐഎഫ് ഹൈഫൻ എൽസിഫ് ഹൈഫൻ സ്റ്റേറ്റ്മെന്റ് ഡോട്ട് ആർബി. ഔട്ട്പുട്ട് നോക്കുക. ഔട്ട്പുട്ട് ഇങ്ങനെ കാണിക്കുന്നു. The value of my num is -1 and is lesser than 0. ഇപ്പോൾ നമ്മുടെ ഫയലിൽ തിരികെ പോയി my numന്റെ മൂല്യം 5 ആക്കാം. കോഡ് സേവ് ചെയ്തിട്ട് ടെർമിനലിൽ എക്സിക്യൂട്ട് ചെയ്യുക. ഇപ്പോൾ ഐഎഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനാൽ ആ സ്ട്രിംഗ് പ്രിന്റ് ചെയ്യുന്നു. The value of my num is greater than 0. ഫയലിൽ തിരികെ പോയിട്ട് my numന്റെ മൂല്യം -5 ആക്കുക. കോഡ് സേവ് ചെയ്തിട്ട് ടെർമിനലിൽ എക്സിക്യൂട്ട് ചെയ്യുക. ഇവിടെ എൽസെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനാൽ എൽസെ ബ്ലോക്കിനുള്ളിലെ പട്സ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നു. ഇപ്പോൾ നിങ്ങൾ റൂബിയിൽ നിങ്ങളുടെ തന്നെ if എൽസിഫ് സ്റ്റേറ്റ്മെന്റ് എഴുതുവാൻ പ്രാപ്തരായിരിക്കണം. അടുത്തതായി കേസ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഒരു പ്രത്യേക സിലക്ഷനെ അടിസ്ഥാനമാക്കിയുള്ള കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ് കേസ് സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റ് മനസിലാക്കുവാനായി കേസ് സ്റ്റേറ്റ്മെന്റിന്റെ ഘടന നോക്കാം. കേസ് ഉപയോഗിക്കാനുള്ള ഘടന കേസ് വേരിയബിൾ when value 1 റൂബി കോഡ് when value 2 റൂബി കോഡ് else റൂബി കോഡ് എൻഡ്. ഉദാഹരണം നോക്കാം. റൂബി ബേസിക് ലെവൽ ട്യൂട്ടോറിയലുകളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ geditൽ ഒരു പുതിയ ഫയൽ തുറക്കുക. പേര് കേസ് ഹൈഫൻ സ്റ്റേറ്റ്മെന്റ് ഡോട്ട് ആർബി എന്ന് നൽകുക. കേസ് സ്റ്റേറ്റ്മെന്റിന് ഒരു ഉദാഹരണം എനിക്കുണ്ട്. കോഡ് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ പോസ് ചെയ്ത് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഈ ഉദാഹരണത്തിൽ കേസ് സ്റ്റേറ്റ്മെന്റ് ഡിക്ലയർ ചെയ്തിട്ടുണ്ട്. ടെർമിനലിൽ ചോദ്യം പ്രിന്റ് ചെയ്യുന്ന പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ആണിത്. സ്റ്റാൻഡർഡ് ഇൻപുട്ടിൽ നിന്നും ഒറ്റവരി ഡേറ്റ സ്വീകരിക്കുന്നതിനുള്ള ഗെറ്റ്സ് കോൾ ചെയ്യുന്നു. എന്നിട്ട് ചോംപ് ഏതെങ്കിലും ന്യൂ ലൈൻ ക്യാരക്ടർസ് ഇൻപുട്ട് ഡേറ്റ സ്ട്രിപ്പ് ചെയ്യുന്നു. ഡൊമെയിൻ എന്ന് പേരുള്ള വേരിയബിളിൽ ഫലം അസൈൻ ചെയ്യുന്നു. എന്നിട്ട് ഒരു കേസ് സ്റ്റേറ്റ്മെന്റ് ഡിക്ലയർ ചെയ്യുന്നു. അതിനുള്ളിൽ ഒരു വെൻ സ്റ്റേറ്റ്മെന്റ് ഡിക്ലയർ ചെയ്യുന്നു. ഇത് ഒരു പ്രത്യേക സ്ട്രിംഗ് ഡൊമെയിനിന്റെ മൂല്യവുമായി മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു. ആദ്യം ഇത് ഡൊമെയിനിന്റെ മൂല്യം UP ആണോ എന്ന് നോക്കുന്നു. അങ്ങനെയെങ്കിൽ ഇത് ഉത്തർപ്രദേശ് എന്ന് പ്രിന്റ് ചെയ്ത് കേസ് സ്റ്റേറ്റ്മെന്റ് എക്സിറ്റ് ചെയ്യുന്നു. ഡൊമെയിൻ UP അല്ലെങ്കിൽ ഇത് ഡൊമെയിനിന്റെ മൂല്യം MP ആണോ എന്ന് പരിശോധിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇത് മധ്യപ്രദേശ് എന്ന് പ്രിന്റ് ചെയ്യുന്നു. അങ്ങനെ ഇത് ഡൊമെയിനിന്റെ മൂല്യം പരിശോധിക്കുന്നത് തുടരുകയും ഒരു മാച്ചും കണ്ടില്ലെങ്കിൽ എൽസെ സ്റ്റേറ്റ്മെന്റിൽ എത്തുന്നു. തുടർന്ന് ഇത് എൽസെ ഡിക്ലറേഷനിലെ റൂബി കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു. നമ്മുടെ ഉദാഹരണം അനുസരിച്ചാണെങ്കിൽ അങ്ക്നൌൺ എന്ന് പ്രിന്റ് ചെയ്യുന്നു. ഇപ്പോൾ ഫയൽ സേവ് ചെയ്ത് ടെർമിനലിലേക്ക് ടൈപ്പ് ചെയ്യുക റൂബി സ്പേസ് കേസ് ഹൈഫൻ സ്റ്റേറ്റ്മെന്റ് ഡോട്ട് ആർബി. Enter the state you live in എന്ന് ടെർമിനലിൽ കാണിക്കും. UPയിൽ ടൈപ്പ് ചെയ്തിട്ട് ഔട്ട്പുട്ട് നോക്കുക. ഔട്ട്പുട്ടിൽ ഉത്തർപ്രദേശ് എന്ന് കാണിക്കും. മുൻപത്തെ പോലെ റൂബി ഫയൽ വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുക. ഈ സമയത്ത് പ്രോംപ്റ്റിൽ KL എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഔട്ട്പുട്ട് നോക്കുക. കേരള എന്ന് പ്രിന്റ് ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഫയൽ എക്സിക്യൂട്ട് ചെയ്യുക. ഈ സമയത്ത് പ്രോംപ്റ്റിൽ TN എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഔട്ട്പുട്ട് നോക്കുക. ഇത് അങ്ക്നൌൺ പ്രിന്റ് ചെയ്യും. ഇതെന്തെന്നാൽ ഒരു കേസസും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതിനാൽ ഡിഫോൾട്ട് എൽസെ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ റൂബിയിൽ നിങ്ങളുടെ തന്നെ കേസ് സ്റ്റേറ്റ്മെന്റ്സ് എഴുതുവാൻ പ്രാപ്തരായിരിക്കണം. ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് ഐഎഫ് സ്റ്റേറ്റ്മെന്റ്, എൽസെ കൺസ്ട്രക്ട്, if എൽസിഫ്, കേസ് സ്റ്റേറ്റ്മെന്റ്സ്. അസൈൻമെന്റ്: ഒരു റൂബി പ്രോഗ്രാം എഴുതുക. അത് യൂസറിനെ ഒരു നമ്പർ എന്റർ ചെയ്യാൻ പ്രോംപ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അനുയോജ്യമായ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുക. ഇത് 2ന്റെ ഗുണിതമാണോ എന്ന് പരിശോധിക്കുക. ആണെങ്കിൽ പ്രിന്റ് ചെയ്യുക തെ നംബർ എന്റർഡ് ഐഎസ് a മൾട്ടിപ്പിൾ ഓഫ് 2. അല്ലെങ്കിൽ ഇത് 3ന്റെ ഗുണിതമാണോ എന്ന് പരിശോധിക്കുക. ആണെങ്കിൽ തെ നംബർ എന്റർഡ് ഐഎസ് a മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പ്രിന്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇത്
4ന്റെ ഗുണിതമാണോ എന്ന് നോക്കുക. ആണെങ്കിൽ തെ നംബർ എന്റർഡ് ഐഎസ് a മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് പ്രിന്റ് ചെയ്യുക. അല്ലെങ്കിൽ തെ നംബർ ഐഎസ് നോട്ട് a മൾട്ടിപ്പിൾ ഓഫ് 2, 3 ഓർ 4 എന്ന് പ്രിന്റ് ചെയ്യണം. ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഐസിടി മെഹർദ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ, IIT ബോംബേ. നന്ദി.